സമയമായി, ഞാൻ ചെല്ലട്ടെ. ആഹാ, പറ്റില്ല. എന്നോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോയാ മതി. ക്ലാസ് ടൈം ലേറ്റ് ആക്കാൻ പറ്റില്ല അഞ്ജലി. ശോ, ഇത് കഷ്ടമായല്ലോ. എനിക്ക് കിരണിനോട് സംസാരിച്ച് മതിയായില്ല. സംസാരിക്കണം പോലും. അങ്ങോട്ട് ചേച്ചി, ഞാനെന്നാ പോയിട്ട് വരാം. അല്ല, ദുർഗ എവിടേക്കാ? ഞാൻ സ്കൂളിലേക്കാ ചേച്ചി. ഇന്നെന്താ നേരത്തെ? അത് ഒറ്റയ്ക്ക്? സ്കൂളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ് ഉണ്ടോ? ഏയ്, ഇവന്റ് ഒന്നും ഇല്ല. എന്നാലും കുട്ടികൾക്ക് പുതിയ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം പോയിട്ട്. അപ്പോ കിരൺ വരുന്നില്ലേ ദുർഗ? കിരൺ വന്നോളൂ. ഇതുവരെ റെഡിയായില്ല. ഞാൻ കിരണിനെ നോക്കി നിന്ന് വെറുതെ സമയം പോവും. ഇപ്പൊ തന്നെ ഞാനങ്ങ് ചെന്നാലേ കൊറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ശരി ദുർഗ. ദുർഗ, നിങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം ചേച്ചി? അല്ല, വഴക്കൊന്നും അല്ലല്ലോ എന്നാ ചോദിച്ചേ. ശേ, അങ്ങനെയൊന്നും ഇല്ല. എന്നാ സാരമില്ല. എന്തെങ്കിലും ചെറിയ വഴക്കുകളുണ്ടായാൽ അത് ഒരുപാട് നീട്ടിക്കൊണ്ടു പോവാതെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കണം. ഒരു വാശിയിൽ ചാടി എന്തേലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ വലിയ പാടാ ദുർഗ. ഏയ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി, എന്നാ പിന്നെ ദുർഗ ഇറങ്ങിക്കോ. ദുർഗ, അടുക്കളയിലായിരിക്കും. പോയോ ദുർഗ? കിരൺ ആരെയും നോക്കുന്നേ? ദുർഗേ. ദുർഗ സ്കൂളിലേക്ക് പോയല്ലോ. പോയോ? ആ, കിരണിനോട് പറഞ്ഞില്ലേ? അത് ഞാൻ കുളിക്കാൻ കയറിയപ്പോ ദുർഗ ഇറങ്ങി കാണും. സ്കൂളിലെ കുട്ടികൾക്ക് എന്തോ ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതാവും നേരത്തെ ഇറങ്ങിയത്. കിരൺ എന്താ ലേറ്റ് ആയത്? സാധാരണ പെൺകുട്ടികളാണല്ലോ എവിടെങ്കിലും പോവാൻ ഇറങ്ങുമ്പോ താമസിക്കുന്നത്. ഇവിടെ അത് കിരണായി. ഞാൻ ഉണരാൻ താമസിച്ചു, അതാ റെഡിയാവാൻ ലേറ്റ് ആയത്. കൊള്ളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ശരി. എത്രയാ ചേട്ടാ? 100. ഇവളെന്നും വന്നോ? അതിപ്പോ പറഞ്ഞു. ഹായ് ദുർഗ. ഹായ്. ഞാൻ വിളിക്കാവേ. ഹായ്. കിരൺ എവിടെ? ഇന്ന് വന്നില്ലേ? കിരണോ? കിരണ കൊണ്ടുപോയി. ഏയ്, ഒന്നുമില്ല. അല്ല, കിരൺ എന്താ വരാത്തെ? ഇന്ന് ലീവാണോ? അതൊക്കെ ഇപ്പൊ അഞ്ജലിക്കല്ലേ അറിയാവുന്നേ. അല്ല, എന്നോടൊന്നും പറഞ്ഞില്ല, അതല്ലേ ചോദിച്ചത്. എങ്കി എനിക്കും അറിയില്ല. ഞാൻ പോട്ടെ.
എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ. രാവിലെ നല്ല ചൂടിലാണല്ലോ. എന്തു പറ്റി? പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പോവാ. ഞാൻ പോവാ. എന്തൊരു ജാട ഈ സാധനത്തിന്. കിരൺ എങ്ങനെയുള്ള ഫ്രണ്ടാക്കിയേ? ആ എന്തേലാട്ടെ. ആ കിരൺ. അഞ്ജലി ഹായ് കിരൺ. കിരൺ എന്താ ലേറ്റ് ആയേ? ആ, അല്ല അഞ്ജലി പോന്നു. ഞാനിവിടെ ഉണ്ടാവുമെന്ന് കിരൺ വിചാരിച്ചോ? ഇല്ല. നോണ പറയണ്ട. ഞാനിവിടെ ഉണ്ടാവണമെന്ന് കിരൺ ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ദുർഗ ഒഴിവാക്കി ഒറ്റയ്ക്ക് വന്നത്. ആ, അതിന് ഞാൻ വേണ്ട വേണ്ട, അങ്ങനെ കള്ളം പറഞ്ഞു എന്നൊന്നും പറയണ്ട. എനിക്കറിയാം കിരണിനെ. എന്നാ ശരി. ഏയ് കിരൺ. കിരൺ, കിരണിന്റെ കാര്യത്തിൽ ഞാൻ പൊസസീവ് ആണെന്നുള്ളത് സത്യം തന്നെയാ. എന്ന് കരുതി പഴയ സുഹൃത്തുക്കളെ ഒന്നും ഉപേക്ഷിക്കണ്ട. ഞാൻ അത്ര പഴഞ്ചനൊന്നും അല്ല. കിരണിനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. സമയമായി, ഞാൻ ചെല്ലട്ടെ. ആഹാ, പറ്റില്ല. എന്നോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോയാ മതി. ക്ലാസ് ടൈം ലേറ്റ് ആക്കാൻ പറ്റില്ല അഞ്ജലി. ശോ, ഇത് കഷ്ടമായല്ലോ. എനിക്ക് കിരണിനോട് സംസാരിച്ച് മതിയായില്ല. ശ്ശേ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അതൊക്കെ ശരിയാ. ഈ ലൈഫ് മുഴുവൻ നമുക്ക് സംസാരിക്കാനും ഒന്നിച്ച് ചെലവഴിക്കാനുള്ളത് തന്നെ. ഇവരെന്താ ഈ സംസാരിക്കുന്നേ? അഞ്ജലി താൻ ചെല്ല്, ഞാൻ ഫോൺ ചെയ്തോളാം. വെറുതെ പറയണ്ട. കിരൺ വിളിക്കാനൊന്നും പോണില്ല. ഉറപ്പായിട്ടും വിളിക്കാം. ഇപ്പൊ തന്നെ ലേറ്റായി, അതാ. ഒരു കാര്യം ചെയ്യ്, എനിക്കും കൂടി ഇവിടെ ഒരു ജോലി വാങ്ങിച്ചതാ. ഏ? അപ്പോ എനിക്ക് എപ്പോഴും കിരണിന്റെ കൂടെ ഇരിക്കാലോ. ഏയ്, അതൊന്നും നടക്കില്ല അഞ്ജലി. ആ എന്താ നടക്കാത്തെ? എനിക്ക് വലിയ സാലറി ഒന്നും വേണ്ട. കിരണിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമ്മതിച്ചാൽ മാത്രം മതി. നമുക്ക് ആലോചിക്കാം. താനിപ്പോ ചെല്ല്. ശരി. കിരൺ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോവാം. പിന്നെ ഗ്യാപ്പ് കിട്ടി ഉടനെ എന്നെ വിളിക്കണം, മറക്കല്ലേ? ശരി, വിളിക്കാം. എങ്കിൽ ശരി, ബൈ. ബൈ. അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ പോകുന്നില്ല. കിരൺ പഠിപ്പിക്കുന്ന സ്കൂളും കുട്ടികളൊക്കെ ഞാനൊന്ന് കാണട്ടെ. അതൊന്നും ശരിയാവില്ല അഞ്ജലി, ചെല്ല്. അതെന്താ ശരിയാവാത്തെ? അത് ഞാൻ എന്തായാലും എല്ലാരും കണ്ടിട്ടേ പോകുന്നുള്ളൂ. കിരൺ വാ.